The system of land grants, the Brahmadeya and Agrarian expansion. Here the question is, to what extent Brahmadeya and Agrahara grants helped in agrarian expansion in South India? The grant of Brahmadeya and Agrahara was considered as the supreme dana and was sought to be protected by specific injunction and imprecation against those who tampered with it or destroyed it in any way. The bestowal or grant of Brahmadeya and Agrahara was regarded as the highest form of charitable donation, and it was safeguarded through the explicit instruction and curse directed at those who attempted to interfere with or damaged any manner. ബ്രഹ്മദേയ എന്ന് പറയുന്ന ഗ്രാൻഡിങ്, ബ്രാഹ്മണർക്ക് ഭൂമി കൃഷി ആവശ്യത്തിനായിട്ട് കൈമാറുക എന്ന് പറയുന്നത്, അഗ്രഹാരാസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയ്യസ്റ്റ് ഫോമിലുള്ള ഒരു ചാരിറ്റബിൾ ഡൊണേഷനായിട്ടാണ് കാണുന്നത്. Following Dharmashastric or Dharmashastric injunction, the ruling family made grants of land to the Brahmanas on occasions like a victory in war or for special astronomic phenomena like eclipses. In areas of agricultural potential with existing settlements or a new area extending agricultural operation. ധർമ്മശാസ്ത്രിക് ഇൻജങ്ഷനിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു റൂളിംഗ് ഫാമിലി, ഭരണം നടത്തുന്ന ഭൂപ്രഭുക്കന്മാരോ രാജാക്കന്മാരോ അങ്ങനെയുള്ള ആളുകൾ അവർ ലാൻഡ് ബ്രാഹ്മണർക്ക് ദാനമായി നൽകും. ചിലപ്പോൾ അത് യുദ്ധത്തിൽ വിജയിക്കുന്നതിൻ്റെ സമ്മാനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സൂര്യഗ്രഹണം ഇങ്ങനെ മുതലായിട്ടുള്ള നാച്ചുറൽ ഫിനോമിനകളൊക്കെ ഉണ്ടാകുമ്പോൾ, അസ്ട്രോണമിക്കൽ ഫിനോമിനയൊക്കെ ഉണ്ടാകുമ്പോൾ കൃഷിഭൂമി ആണ് ബ്രാഹ്മണർക്ക് ദാനമായി നൽകുക. നിലവിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമോ അല്ലെങ്കിൽ കാർഷിക ഭൂമിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശമോ ആണ് കൈമാറുക. ചിലപ്പോൾ വനഭൂമിയായിരിക്കും, അത് കാർഷിക ആവശ്യത്തിന് വേണ്ടി കാർഷിക ഭൂമിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഓൺ സച്ച് ഒക്കേഷൻ ദ ബ്രാഹ്മണാസ് were given പരിഹാരാസ് ആൻഡ് എക്സംപ്ഷൻ ഫ്രം വേരിയസ് ഒബ്ലിഗേഷൻ ഇൻക്ലൂഡിംഗ് റവന്യൂ പേയ്മെൻറ്റ്സ് to the king and given management right over the land and cultivation process. ദാനമായി നൽകുന്ന ഈ ഭൂമിക്ക് ചില പ്രത്യേക ഇളവുകൾ നൽകാറുണ്ട്. അതായത് ഈ ഭൂമിക്ക് നിലവിലുണ്ടായിരുന്ന നികുതി ഒഴിവാക്കപ്പെടും. ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക്, രാജാവിന് ഖജനാവിലേക്കൊക്കെ അടയ്ക്കേണ്ടി വരുന്ന നികുതികൾ ഒഴിവാക്കപ്പെടുന്നു. ഇതുമാത്രമല്ല, ഈ ഭൂമി പിന്നീട് കൈകാര്യം ചെയ്യാനുള്ള, കാർഷികമായി കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണാവകാശം ബ്രാഹ്മണർക്ക്, ആർക്കാണോ ദാനമായി നൽകപ്പെട്ട ആ ബ്രാഹ്മണർക്ക് അത് അവരുടെ പൂർണ്ണമായ അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. Brahmadeya was not exclusively populated by Brahmins, but often inhabited by non-Brahmin cultivators or services personnel working for the village as the all for the land controlling Brahmins. The exemptions meant generally non-intrusions of the royal government functionaries or troop in such areas, while sometimes a specific amount of revenue was levied annually or for all times. അപ്പോൾ ഇവർക്ക് നൽകിയിട്ടുള്ള ഈ ഇളവുകൾ എന്താണെന്ന് പറഞ്ഞാൽ, രാജാധികാരത്തിൽ വരുന്നവരോ സർക്കാരിൽ വരുന്ന
വ്യക്തികളോ നിയമങ്ങളോ അത്തരത്തിലുള്ളവരുടെയൊന്നും ഇടപെടലുകൾ ഇവരുടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. The process deforestation and expansion of cultivation in previously cultivated areas coupled with the settlement activity, cultivators and agricultural laborers resulted in the expansion of agrarian foundation. അപ്പോൾ ഈ നൽകപ്പെട്ട ഭൂമി എന്ന് പറയുന്നത് ദാനമായി നൽകപ്പെട്ടത് ഒരു പക്ഷേ നിലവിലുള്ള വനം വെട്ടി നശിപ്പിച്ച് അവിടെ കൃഷിഭൂമിയാക്കി മാറ്റുന്നതിനോ അതല്ല മുൻപ് കൃഷി ചെയ്തിരുന്ന ഏരിയ കുറച്ചുകൂടി ദീർഘിപ്പിക്കുന്നതിനോ കൂടുതൽ കാർഷിക പ്രവൃത്തി അവിടെ കാരണമാവുക എന്നുള്ളത് കൊണ്ടൊക്കെ ഈ ബ്രഹ്മദേയ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് കാർഷിക വൃത്തിയുടെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. Consequently, the Brahmadeya played a substantial economic role in facilitating agrarian expansion by enhancing the king's authority to newly developed territory. അപ്പോൾ ബ്രഹ്മദേയ എന്ന് പറയുന്ന ഈ പ്രവൃത്തിയിലൂടെ രാഷ്ട്രീയ സാമ്പത്തികമായ ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലൊന്ന് കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നു. രണ്ട്, രാജാവിന് ഈ പുതിയ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ അധികാര പരിധി വർദ്ധിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. Brahmadeya was not exclusively populated by Brahmins but often inhabited by non-Brahmin cultivators or service personnels working for the village as old for the land controlling Brahmins. ഈ ബ്രഹ്മദേവ എന്ന് പറയുന്ന ഈ പ്രകൃതി ബ്രാഹ്മണർ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി മാറുന്നത്. ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് നോൺ ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഭൂമി ഏത് വില്ലേജിൻ്റെ ഭാഗമാവുന്നോ അവരായിരിക്കാം. പക്ഷേ ഈ ഭൂമി കൺട്രോൾ ചെയ്യപ്പെടുന്നത് ബ്രാഹ്മിൻസ് ആയിരിക്കും. Hence, a kind of landlord-tenant or service relationship evolved newly established Brahmadeya. അപ്പോൾ പുതുതായി വന്നിട്ടുള്ള ഈ ബ്രഹ്മദേയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ തരത്തിലുള്ള ലാൻഡ് ലോഡ് ടെനൻ്റ് റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സർവീസ് റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. There are also instances of pre-existing pastoral cum agricultural settlements which were clubbed together and granted as Brahmadeyas. അപ്പോൾ മുൻപ് നിലനിന്നിരുന്ന പാസ്റ്ററൽ ലാൻഡ്, ആ പാസ്റ്ററൽ ലാൻഡിനെ അഗ്രികൾച്ചറൽ ലാൻഡുമായി ചേർത്ത് ഒരു പാസ്റ്ററൽ കം അഗ്രികൾച്ചറൽ സെറ്റിൽമെൻ്റ് ആക്കി മാറ്റാൻ ഈ ബ്രഹ്മദേയ എന്നുള്ള പ്രവൃത്തി കൊണ്ട് സാധിച്ചേക്കും. അപ്പോൾ മുൻപ് മേച്ചിൽപ്പുറങ്ങളോ വനഭൂമിയോ ആയിരുന്നത് പിന്നീട് അത് കാർഷിക ഭൂമിയോട് കൂട്ടിച്ചേർക്കപ്പെട്ട് ഒരു വലിയ കാർഷിക ഭൂമിയായി മാറുന്ന പ്രവൃത്തിക്ക് ഈ ബ്രഹ്മദേയ എന്ന് പറയുന്ന ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം കാരണമായിട്ടുണ്ട്. The temple, which either came up along with the Brahmadeya or independently in such a settlement, was equally significant in agrarian integration. Yet the temple assumed greater importance. The interrogative institution from the 10th century CE in gradual phases in all the South Indian regions. AD 10ാം നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ സൗത്ത് ഇന്ത്യ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ബ്രഹ്മദേയ ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടെമ്പിൾ കൂടെ ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ മാത്രമല്ല, ടെമ്പിൾ കൂടെ, ക്ഷേത്രങ്ങൾ കൂടി ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വികാസത്തിനുമൊക്കെ ബ്രഹ്മദേയ എന്നുള്ള പ്രോസസ്സും ടെമ്പിളും ഭാഗമാണ്.
Grants of land and other items to the temple were also administered by locally influential land controlling groups like Brahmins, also dominant agriculture groups other than Brahmins. ലാൻഡ് ഈ ഗ്രാൻഡ് ലാൻഡ് എന്ന് പറയുന്ന കൃഷിഭൂമിയായി തരം മാറ്റിയ ഈ ഭൂമിയെ, അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ കീഴിലുള്ള ഈ ഭൂമിയെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക ഒരു കൂട്ടം ലോക്കൽ ലാൻഡ് കൺട്രോൾ ഗ്രൂപ്പാണുള്ളത്. ആ ലോക്കൽ ലാൻഡ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആരായിരിക്കാം? അഗ്രികൾച്ചർ ഗ്രൂപ്പ്സ് അതർ ദാൻ ബ്രാഹ്മിൻസ് അല്ലാത്ത ഈ മേഖലയിൽ കഴിവുള്ള ഒരു കൂട്ടം നോൺ ബ്രാഹ്മിൻസും ആവാം. അപ്പോൾ അവർ ആരെപ്പോലെ തന്നെ ലാൻഡ് ലോഡ്സുകളെ പോലെ പെരുമാറുമെന്നാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ കീഴിൽ കൃഷിഭൂമി, ക്ഷേത്രത്തിലേക്ക് ഭൂമി നൽകപ്പെട്ടു എന്ന് വിചാരിക്കുക, ഗ്രാൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ധാരാളം കൃഷിഭൂമി ഉണ്ടെങ്കിൽ ആ കൃഷിഭൂമിയുടെ നിയന്ത്രണം ക്ഷേത്രം പരിപാലിക്കുന്നവർക്കാണ്, അതായത് ബ്രാഹ്മണരുടെ കയ്യിൽ തന്നെ ആയിരിക്കാം. ലാൻഡ് ഗ്രാൻഡ് could be either made to single brahmana or to a group of brahmanas. ഈ ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് പറയുന്നത് വേഴ്സറ്റൈൽ ഇൻ നേച്ചർ, വൈവിധ്യമാർന്ന രീതിയിലാണുള്ളത്. ദേ കുഡ് ബി അവാർഡഡ് ടു ആൻ ഇൻഡിവിജ്വൽ ബ്രാഹ്മൺ. ഒരാൾക്ക്, ഒരു ബ്രാഹ്മണന് കൈമാറ്റം ചെയ്യാം, ഒരു വ്യക്തിക്ക്. അതിനെ ഏകഭോഗ ബ്രഹ്മദേയ എന്ന് വിളിക്കും. കളക്റ്റീവ് ഓഫ് ബ്രാഹ്മൺസിന് നൽകാം, എ ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മൺസിന് നൽകാം. അപ്പോൾ അത് ഗണഭോഗ ബ്രഹ്മദേയ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഓർ സപ്പോർട്ടിംഗ് ബ്രഹ്മണിക്കൽ എഡ്യൂക്കേഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഗ്രാൻഡായിട്ട് നൽകാം. വിദ്യാസ്ഥന, ഖദിക എന്നൊക്കെ പറയും. വിത്ത് ഈച്ച് ഓഫ് ദീസ് ബ്രഹ്മദേയ ആൻഡ് ടെമ്പിൾ സെറ്റിൽമെൻറ്റ് ആൻഡ് ഇറിഗേഷൻ സിസ്റ്റം വാസ് ഇൻവാരിയബിളി എസ്റ്റാബ്ലിഷ്ഡ് എയ്തർ ഇൻ ദ ഫോം ഓഫ് ടാങ്ക്സ്, കനാൽസ് ഓർ വെൽസ്. അപ്പോൾ ഇപ്രകാരം നൽകപ്പെട്ട ഭൂമി അത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തുമാവട്ടെ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രഹ്മദേയമാണെങ്കിൽ അതിനൊരു ഇറിഗേഷൻ സിസ്റ്റം കൂടി ഉണ്ടാവും, ഒഴിച്ചുകൂടാനാവാത്തത്. അതൊരു കുളമോ കനാലോ കിണറുകളോ ആയി ചേർന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പല്ലവ, പാണ്ഡ്യ രാജ്യങ്ങളിൽ കനാലുകളും കുളങ്ങളും കിണറുകളും ഉണ്ടായിരുന്നു. ഇപ്രകാരം മെനി ഓഫ് ദീസ് പ്രോജക്ട്സ് were initiated by the rulers but managed by local bodies, especially sabhas or assemblies or brahmadeyas or mahajanas. അപ്പോൾ ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഭരണാധികാരികളാവും. പിന്നീട് ഇതിൻ്റെ നിയന്ത്രണവും എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഒരു ലോക്കൽ ബോഡി ആയിരിക്കും. ആ ലോക്കൽ ബോഡിയെ സഭ എന്നോ അല്ലെങ്കിൽ ബ്രഹ്മദേയാസ് എന്നോ മഹാജനാസ് എന്നോ വിളിക്കപ്പെടും. Elaborate arrangements were made by these assemblies. For these assemblies to keep up of the irrigation works, including maintenance, repair, attention of silting and control the water supply through the cases, specifying committees as Brahmadeya in Tamil region for their supervision and administrators. അപ്പോൾ വളരെ വിപുലമായ ഒരു അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറിഗേഷൻ വർക്കായതുകൊണ്ട് ജലസേചന മാർഗങ്ങളെ നിയന്ത്രിക്കാൻ, അതിൻ്റെ മെയിൻ്റനൻസിനും റിപ്പയർമെൻറ്റിനും ഒക്കെ, അതുപോലെ ജലം കനാലിലൂടെ തുറന്നു വിടുന്നതിന് ഒക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ ആവശ്യമാണ്. ഇതിൻ്റെ പ്രവൃത്തികളെല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും തമിഴ് മേഖലകളിൽ ഇതിന് സൂപ്പർവൈസേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും തമിഴ്നാടുകളിൽ എന്ന് പറയാം. Therefore, the pivotal factors distinguishing the agricultural community of the early historical and early medieval eras was their adaptness, the efficient management.
അപ്പോൾ കാർഷിക സമുദായങ്ങൾ അതിൻ്റെ ചരിത്രം മധ്യകാലഘട്ടത്തിൽ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയുടേത്.